അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിന്റെ ഭാഗമായി നാമൊക്കെ പുതിയ കലണ്ടറുകൾ ഉപയോഗിച്ചു തുടങ്ങിയല്ലോ. പ്രായം കൂടിയെന്നതും ആയുസ് കുറഞ്ഞു വരുന്നു എന്നതും ഖബറിലേക്ക് അടുക്കുന്നു എന്നതുമൊക്കെയാണ് ഈ ഓരോ കലണ്ടറുകളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കലണ്ടർ കാലത്ത് ജീവിച്ച പലരും ഇന്നില്ല. പ്രതീക്ഷിക്കാത്ത പലതുമാണ് സംഭവിച്ചത്. കരള ലയിപ്പിക്കുന്ന നേർക്കാഴ്ചകൾക്ക് ലോകം സാക്ഷിയായി. ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി കുറഞ്ഞ നാളുകളിൽ തന്നെ അനവധി പിഞ്ചു കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ട സംഭവങ്ങളുണ്ടായി. അങ്ങനെ പലതും. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷങ്ങളെക്കാളേറെ സങ്കടങ്ങളും ആശങ്കകളുമാണ് നമ്മയൊക്കെ വേട്ടയാടുന്നത്. മനുഷ്യത്വമുള്ള കരുണയുള്ള ഏതൊരു മനുഷ്യനെയും അതാണ് വ്യാകുലപ്പെടുത്തുന്നതും. മനുഷ്യരാശിയുടെ വേദനകൾക്ക് ഒട്ടും സ്ഥാനം നൽകാതെ ആഘോഷങ്ങളും ആഭാസങ്ങളും അരങ്ങ് തകർക്കുകയാണ് പലയിടത്തും. ന്യൂ ഇയർ ആഘോഷങ്ങളായാലും മറ്റ് മതാഘോഷങ്ങളായാലും അങ്ങനെ തന്നെയാണ്. നോക്കുക, ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പേരിൽ കേരളം കുടിച്ചു തീർത്തത് 230-ലധികം, അതായത് 230 കോടിയിലധികം രൂപയുടെ മദ്യമാണെന്നത് ചിന്തിപ്പിക്കേണ്ടതില്ലേ? അതിനുമപ്പുറം എത്രയോ ആണ് അനൗദ്യോഗിക കണക്ക്. ഇനിയോ, ചില മതാഘോഷങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുത്താനും അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കലാപങ്ങൾക്ക് ആഹ്വാനം നൽകാനുമാണ് ഉപയോഗപ്പെടുത്തുന്നതും. ഇവിടെയാണ് ഇസ്ലാം മതത്തിന്റെ പ്രസക്തി നാം ഒന്ന് ആലോചിക്കേണ്ടത്. ആഘോഷങ്ങളെ പരിമിതപ്പെടുത്തുകയും ആഘോഷം ഒരിക്കലും സ്വന്തത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ നാടിനോ പ്രയാസമുണ്ടാക്കുന്നതും നഷ്ടമുണ്ടാക്കുന്നതും ആകരുതെന്നും പരിധി വിടരുതെന്നും ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാം. അതോടൊപ്പം പ്രയാസപ്പെടുന്നവരെ കാണാനും അവരുടെ കണ്ണീരൊപ്പാനും കൂടിയാകണം ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത് തോന്നിവാസത്തിനും ഔദ്യോഗിക ലൈസൻസ് കിട്ടിയതുപോലെയാണ് പുതുവർഷാഘോഷം എന്ന പേരിൽ ആഭാസങ്ങൾ അരങ്ങേറിയത്. പൊതുബോധം അങ്ങനെയായിരിക്കുന്നു. എന്നാൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ആലോചനകൾക്കും തിരുത്തലുകൾക്കും നല്ല തീരുമാനങ്ങൾക്കും ഒപ്പം പ്രാർത്ഥനകൾക്കും ഇടം കൊടുക്കുകയാണ് വേണ്ടത്. അത് ഓരോ ദിനവും നടക്കേണ്ട പ്രക്രിയ കൂടിയാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഓർക്കണം, കാലമാരെയും കാത്തു നിൽക്കില്ല. അത് ചരിച്ചുകൊണ്ടേയിരിക്കും. കാലത്തെ സാക്ഷി നിർത്തി ഇവിടെയുള്ള മുഴുവൻ ആളുകളും ജീവജാലങ്ങളും മറഞ്ഞു പോകും. പുതിയ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ലഭിച്ച ആയുസ് എത്രമാത്രം നന്മയിൽ ഉപയോഗിക്കാനായി, മറ്റുള്ളവർക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു, എത്ര പേർക്ക് സഹായിയാവുകയോ സഹായത്തിന് കാരണക്കാരനാവുകയോ ചെയ്തു, തന്റെ ബാധ്യതകൾ കടമകൾ എത്രമാത്രം അത് സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കാനായിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾക്ക് കൂടിയാകണം ഈ നാളുകൾ. ഒപ്പം ഇനി ലഭിക്കുന്ന ആയുസ്സും നന്മയുടെ വിളക്കുമടമാക്കാൻ ശ്രമിക്കുമെന്നും താൻ കാരണം ഒരാളും വേദനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല എന്നും പ്രതിജ്ഞ പുതുക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്ത് ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാനും ക്ഷമ കൈക്കൊള്ളാനും അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. മനുഷ്യരാശിയുടെ നാശത്തിൽ നിന്നും നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വിശ്വാസവും സൽക്കർമ്മങ്ങളും നന്മയുടെ പ്രചാരണവും ആവശ്യമാണെന്ന ചിന്തകളാണ് ഈ സൂക്തങ്ങൾ നമുക്ക് നൽകുന്നത്. വലിയ ദുരന്തങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ പ്രപഞ്ചനാഥൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം മാനവിക മൂല്യങ്ങൾക്കായി മനുഷ്യ നന്മക്കായി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.